വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് പ്രീമിയം ജോർജറ്റ് സെറ്റ്സിൻ്റെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള, ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പാറ്റേണിലുള്ള സെറ്റ്സാണ് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുതുടങ്ങാം. സ്റ്റിച്ചിങ് നീഡഡാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ബ്ലാക്ക്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ. ബോട്ടം ഞാനൊരിപ്പോൾ ലെഗിൻസാണ്, ബ്ലാക്ക് ആയതുകൊണ്ട് ലെഗിൻസാണ് ഇട്ടേക്കുന്നത്. സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചേക്കുന്ന ഫാബ്രിക് കൊണ്ട് കേട്ടോ. നല്ല ലെങ്ത്തിലും എടുത്തിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സിമ്പിൾ ഒരു നെക്ക് എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടില്ല. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. വർക്കിൻ്റെ ക്ലോസ് ചെയ്താൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നല്ല രസമായിരിക്കും ഫങ്ഷനൊക്കെ ഇടാൻ. ദുപ്പട്ട ഇതുപോലെ ചെറിയ വർക്ക് എൻ പോർഷനിൽ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും കൂടിയാണ് വന്നേക്കുന്നത്. മിഡിൽ പോർഷനിൽ ചെറിയ വർക്കും കൂടി വന്നിട്ടുണ്ട്. ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 3200 ആണ് റേറ്റ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ്. ഇങ്ങനെ വരും. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റാറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ. ഇത് ബോട്ടിൽ ഗ്രീൻ അല്ല, ഒരു നമ്മുടെ രാമ ഗ്രീൻ്റെ ഡാർക്ക് ടോൺ. നല്ല രസമുള്ളൊരു ഷെയ്ഡ് കേട്ടോ. അതിലും ഇതുപോലെ ഗ്രീനും പിങ്കും ഒക്കെ ചേർന്നിട്ടാണ് ആ വർക്ക് വന്നിരിക്കുന്നത്. ദാമൻ ഏരിയയിലാണ് വർക്ക്. നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ചെറിയ സ്കാലപ്പൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 3200 റേഞ്ച്. നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ഫിഗർ ഫിറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിൽ ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ്സിലേക്കും വർക്ക് വരുന്നുണ്ട്. എല്ലാ സെറ്റ്സിലും ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. നല്ല രസമുള്ള പേർപ്പിൾ ടോൺ ദുപ്പട്ട. ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ബോട്ടം ആൻഡ് ലൈനിങ്. ഇതിൻ്റെയൊക്കെ ലെഗിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഗിൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതുപോലെ ഇതൊക്കെ നല്ല ഡാർക്ക് കളേഴ്സിൽ വന്നേക്കുന്നതുകൊണ്ടാണ് ഇട്ടാലും ചേരുകയും ചെയ്യും. നല്ലപോലെ ഷേപ്പിൽ കിടക്കും. സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയൊക്കെ കാണാൻ. ദുപ്പട്ടയിൽ ചെറിയ വർക്ക്, ഇത് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഡബിൾ സൈഡൊക്കെ ഇട്ടാലും ഭംഗിയാണ് കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയൊരു സെറ്റ്. ബോട്ടമിങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡ്, റെഡിഷ് മെറൂൺ. അതിലും ഫുൾ താഴെ വർക്ക് വന്നിട്ടുണ്ട്. വർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടോ. ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ബോട്ടം ആൻഡ് ലൈനിങ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഫോട്ടോ ഇതായിരിക്കും കേട്ടോ ഇടുക. ഈ ഒരു പിക്കായിരിക്കും ഇടുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു ടോപ്പ് പോലെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഇട്ടിട്ട് അതും കൂടി കാണിക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.com സൈറ്റ്. താങ്ക് യു സോ മച്ച്. സീക്കിൻ്റെ അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.com ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.